ഫെബ്രുവരി 28-ന് ഇസ്രയേൽ US നടത്തിയ ആക്രമണത്തിൽ പുതിയ പരമോന്നത നേതാവ് ആയത്തുള്ള മുജ്തബ ഖമേനിക്ക് ഗുരുതരമായി പരിക്കേറ്റതായുള്ള റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കാത്ത വിവരമായി കറങ്ങി നടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളേറെയായി. ഇറാനിൽ ഇപ്പോൾ നിർണായക തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിലെ ഒരു കൂട്ടം ഉന്നത കമാൻഡർമാർ ചേർന്നാണെന്നും റിപ്പോർട്ടുകളുണ്ട്. വ്യോമാക്രമണത്തിൽ പരിക്കേറ്റ മുജ്തബ നേരിട്ടുള്ള നിയന്ത്രണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിനാലും ആശയവിനിമയം കൈപ്പടയിൽ എഴുതിയ കത്തുകളിലൂടെ പരിമിതപ്പെടുത്തിയതും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഇറാന്റെ ചുക്കാൻ IRGCയിലേക്ക് മാറിയതെന്ന് ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. ഫെബ്രുവരി 28-നുണ്ടായ ആക്രമണത്തിൽ മുജ്തബയ്ക്ക് മുഖത്തിനും കാലിനും ഉൾപ്പെടെ ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഇതേ തുടർന്ന് സംസാരിക്കാനും ചലിക്കാനും അദ്ദേഹം ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. നിരവധി ശസ്ത്രക്രിയകൾക്ക് വിധേയനായ ഇദ്ദേഹത്തിന് ഇനിയും തുടർ ചികിത്സ വേണ്ടി വന്നേക്കും. ഒരു കാലിന് ഇതിനകം 3 ശസ്ത്രക്രിയ നടത്തിക്കഴിഞ്ഞു. വെപ്പുകാൽ വേണ്ടി വന്നേക്കുമെന്നാണ് വിവരം. അതുപോലെ മുഖത്തും ചുണ്ടിലും പൊള്ളലേറ്റതാണ് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകാൻ കാരണം. അദ്ദേഹത്തിന് പ്ലാസ്റ്റിക് സർജറി വേണ്ടിവരുമെന്നും സൂചനയുണ്ട്. മാത്രമല്ല, ഉദ്യോഗസ്ഥരുമായി മുജ്തബ പുലർത്തുന്നത് പരിമിതമായ ബന്ധമാണെന്നും പിതാവ് ആയത്തുള്ള അലി ഖമേനിയെ പോലെ കേന്ദ്രീകൃത അധികാര പ്രയോഗം അദ്ദേഹം നടത്തുന്നില്ല എന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പകരം അധികാരം ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ഉന്നത കമാൻഡർമാരിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇവർ ജനറലുമാരുടെ ഒരു ബോർഡ് എന്ന നിലയ്ക്ക് പ്രവർത്തിക്കുകയും സൈനിക തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും ഭരണനിർവഹണം നടപ്പാക്കുകയും ചെയ്യുന്നുവെന്നാണ് വിവരം. നിലവിൽ ഹോർമുസ് കടലിടുക്ക് കടയ്ക്കൽ US-ഉമായുള്ള നയതന്ത്ര ചർച്ചകൾ തുടങ്ങിയ കാര്യങ്ങളിലും ഇവരാണ് തീരുമാനം കൈക്കൊള്ളുന്നത്. ജനറൽമാർ നിർണായക തീരുമാനം എടുക്കുമ്പോൾ ഒരു ബോർഡ് ഡയറക്ടർ എന്ന നിലയ്ക്കാണ് മുജ്തബ പ്രവർത്തിക്കുന്നതെന്ന് മുൻ പ്രസിഡന്റ് മഹൂദ് അഹമ്മദ് നജാദിന്റെ ഉപദേശകരിൽ ഒരാൾ പറഞ്ഞു. അതേസമയം കാര്യങ്ങളുടെ പൂർണ്ണ നിയന്ത്രണം മുജ്തബയുടെ കൈവശമല്ലെന്നാണ് മറ്റു ചിലർ പറയുന്നത്. പലപ്പോഴും അന്തിമ തീരുമാനം കൈക്കൊണ്ട ശേഷം അദ്ദേഹത്തിന് മുൻപിൽ അവതരിപ്പിക്കപ്പെടുകയാണെന്നാണ് ഇവർ പറയുന്നത്. അതേസമയം മുജ്തബ നിലവിൽ ഒളിവിലാണെന്നും കൈപ്പടയിൽ എഴുതിയ കുറിപ്പുകൾ വിശ്വസ്തരായ ദൂതന്മാരുടെ ശൃംഖലകൾ മുഖാന്തരം കൈമാറിയാണ് ആശയവിനിമയം നടത്തുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അദ്ദേഹവുമായുള്ള ബന്ധം വളരെ പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. മുജ്തബയെ എതിരാളികൾ ഉന്നം വെച്ചേക്കാമെന്ന ഭീതിയെ തുടർന്ന് ഉന്നത ഉദ്യോഗസ്ഥരും സൈനിക മേധാവികളും പോലും അദ്ദേഹവുമായുള്ള നേരിട്ടുള്ള കൂടിക്കാഴ്ചകൾ ഒഴിവാക്കുകയാണ്. ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധൻ കൂടിയായ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ മുജ്തബയുടെ ചികിത്സയ്ക്ക് മേൽനോട്ടം വഹിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്.